സ്വർഗരാജ്യം എത്രയോ ശ്രേഷ്ഠം, അതിൽ കണ്ണുനീരില്ല, കരച്ചിലില്ല. ഞാൻ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളാണ്. ഒരു ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്നു. 4 വർഷം പഠിപ്പിച്ചു. അവിടെ വെച്ച് കർത്താവിന്റെ വേലയ്ക്കായിട്ട് കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചു. അപ്പൊ ഞാൻ ജോലി റിസൈൻ ചെയ്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഫാമിലിയിൽ ഞാനാണ് ആദ്യമായിട്ട് രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകിയത്. എന്നാൽ അതിന് ശേഷം എൻ്റെ ബ്രദർ രക്ഷയിലേക്ക് വരികയും അവന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നോർത്ത് ഇന്ത്യയില് സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവർ പോവുകയും അവിടെ ഒരു മിഷൻ സ്കൂളിൽ അതിൻ്റെ പ്രിൻസിപ്പാളും അതുപോലെ ചർച്ചിൻ്റെ പാസ്റ്ററുമായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ച് ഹല്ലേലൂയ അവന് ഈ ലോകത്തിൽ അത് മാറ്റപ്പെടുവാനിടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന് പ്രൈസ് ദി ലോർഡ്. ഇന്നും അവിടെ ആ പ്രവർത്തനമുണ്ട്, ആ സ്കൂളുണ്ട്, സഭയുണ്ട്, എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരൻ, എന്നാൽ അവൻ്റെ വിധവയും കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൽ സന്തോഷപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വന്നെങ്കിലും അതിൻ്റെ നടുവിലെല്ലാം ദൈവം കൂടിയിരുന്ന് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറഞ്ഞ് ഞാൻ അവിടെ വിടുന്നു. എൻ്റെ ഫാദറും മദറും അതിനുശേഷം രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം എൻ്റെ ഇളയ സിസ്റ്റർ രക്ഷിക്കപ്പെട്ടു. അവരെ ഫാമിലിയായിട്ട് ഞാൻ തന്നെ സ്നാനപ്പെടുത്തുവാനിടയായി. അദ്ദേഹം അതിൻ്റെ അളിയൻ നിന്ന് ഒരു സീനിയർ പാസ്റ്ററാണ്. ട്രിനിറ്റി ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ കോർഡിനേറ്ററുമാണ് അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സന്തോഷത്തോടെ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ മൂത്ത സിസ്റ്റർ മാത്രമേ ഉള്ളൂ വരാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവരത് ഭയങ്കര കത്തോലിക്ക പിടിയിൽ അങ്ങനെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ജിജി എന്നാണ് പേര്. പുള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. റിട്ടയർ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ആ പിടിയൊന്നും വിട്ടിട്ടില്ല. ഇപ്പോഴ് ഈ 50 ദിവസം നോയമ്പെടുത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേട്ടു. ദൈവവചനത്തിലേക്ക് നമുക്ക് വരാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവചനം വായിച്ചാൽ. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ അനേകർ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് രക്ഷയില്ലെന്ന്? ഇവിടെ വന്നിരിക്കുന്നവർക്ക് അനേകർ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് രക്ഷയില്ലെന്ന്? ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയുന്നു? നിനക്ക് രക്ഷയുണ്ട്. വിളിച്ചു പറയുന്നു നിനക്ക് രക്ഷയുണ്ട്. വിടുതൽ, വിടുതൽ, അത്ഭുത വിടുതൽ യേശുവിൻ നാമത്തിൽ ഉണ്ട്. വിടുതൽ, വിടുതൽ, അത്ഭുത വിടുതൽ യേശു ക്രിസ്തുവിൻ നാമത്തിനാൽ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്.
ദൈവത്തിലെ എനിക്ക് ഒരുപക്ഷെ ഒന്നും അറിയത്തില്ലായിരിക്കാം, എനിക്ക് ഒരുപക്ഷെ ഒന്നും പറയുവാനില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകല് ദൈവത്തിലെ ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. ഞാന് ഹല്ലേലൂയ ദൈവം എനിക്ക് തിയോളജിയിൽ PG തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു പൊട്ടനെ പോലെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ 19ാമത്തെ വയസ്സ് മുതൽ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങിയ ആളാണ്. 10-15 വർഷത്തിൽ കൂടുതൽ ഞാൻ ഹൈസ്കൂൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. ക്ലാസ് എന്റെ മമ്മി ടീച്ചറായിരുന്നു. വീട്ടിൽ കുട്ടികൾ വരുമായിരുന്നു. പാരലൽ കോളേജ് പോലെ നടത്തിക്കൊണ്ടിരുന്നു. ആ ക്ലാസ്സുകൾ ഞാൻ എടുത്തുകൊണ്ടേയിരുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ തൊട്ടപ്പോ ഹല്ലേലൂയ ഇന്ന് പകൽ ദൈവം ഇതിലെ നിന്നെ ദൈവം തൊട്ട് you will be a new creation. നീ ഒരു പുതിയ സൃഷ്ടിയായി ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പകൽ അതുകൊണ്ട് ദൈവത്തിന്റെ സ്പർശനം വേണം. ആരെങ്കിലും ഇന്ന് പകൽ കർത്താവേ എനിക്ക് അങ്ങയുടെ സ്പർശനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ തൊപ്പിയിട്ട് തഴമ്പിച്ചിരിക്കുന്ന വ്യക്തിയാണോ? നോ നീഡ് ടു വറി. നീ വിഷമിക്കണ്ട, ഭയപ്പെടേണ്ട. ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്, അല്ലെങ്കിൽ കൈവക്ക്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം തരും. നിങ്ങൾ കുഴഞ്ഞിരിക്കുന്ന വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചു വലിയ വിടുതലോടെ ദൈവം നിങ്ങളെ നടത്തും. ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ ഭാര്യയുമായിട്ട് പിണങ്ങി 13 വർഷങ്ങൾ ഞങ്ങൾ വേർപെട്ട് ജീവിച്ചവരാണ്. 13 വർഷം. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. മൂത്ത മകള് ഹല്ലേലൂയ കാനഡയില് MBA പഠിക്കാൻ പോയി. അവളിപ്പോ അവിടെ ജോലി ചെയ്തു. രണ്ടാമത്തെ മകള് ഇംഗ്ലീഷ് PG ഫൈനൽ ഇയർ ആണ്. ഹല്ലേലൂയ കോട്ടയത്ത് പഠിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ എന്റെ ഭാര്യ വേണ്ടി എന്തു ചെറിയ ഒരു കാര്യം, ഒരു കാര്യമൊന്നും പറയാനില്ല. നമ്മുടെ ദൈവാസന അറിയാം. അല്ലെങ്കിൽ ഞങ്ങള് വേറെ പിരിയുന്നതിന് മുൻപേ ഉള്ള ബന്ധം അല്ലേ? എത്ര വർഷമായിട്ടുണ്ടോ നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട്? 2002. ഇതിപ്പോ എത്രയായി? 23 വർഷം. ഒരു റിലേഷൻ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തന്നെ 10 വർഷം നിലനിൽക്കുന്ന വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല ഇന്ന്. മുമ്പ് പറഞ്ഞിരുന്നത് എന്താണെന്നറിയാമോ? സ്വതന്ത്രം എന്ത് പ്രശ്നം ഉണ്ടായാലും ബന്ധക്കോതിലേക്ക് നിങ്ങൾക്ക് വിടുതലുണ്ടെന്ന്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ ഫേസ് ചെയ്യുന്നത് ഹല്ലേലൂയ ബിലീവേഴ്സിന്റെ കുടുംബങ്ങളിലാണ്. ഞങ്ങള് ലീഗലി ഡിവോഴ്സ്ഡ് ആയതാ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം യോജിപ്പിച്ചാൽ, ദൈവം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ നിറവേറും. ദൈവമക്കളെ ഹല്ലേലൂയ. അനേക വ്യക്തികൾ, അനേക ദൈവദാസന്മാർ, അനേക കുടുംബങ്ങൾ എന്നെ വിടക്ക് നെണ്ണിക്കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് ഒരു സമയവുമില്ലാതെ ശുശ്രൂഷയിൽ രാവും പകൽ ഓടിയ മനുഷ്യനാണ്. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 ശുശ്രൂഷകൾ വീതം അല്ലെങ്കിൽ അനേക ഇടങ്ങളിലേക്ക് ദൈവം എന്നെ ഓടിച്ചു. എന്നാൽ എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരൊറ്റ വ്യക്തി പോലും എന്നെ നോക്കുവാൻ വന്നില്ല. ഒരു ദൈവാസന്മാരും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ തകർന്നിരിക്കുക. ചില ദൈവാസന്മാർ കല്യാണം ആലോചിച്ചു. അതാണ് ചെയ്തത്. ചിലർ പറഞ്ഞു, ഇത്രയും നാളായില്ലേ പാസ്റ്ററെ, 7 വർഷം കഴിഞ്ഞില്ലേ, അതൊക്കെ പോയി, അതുകൊണ്ട് വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും വിചാരിച്ചു കല്യാണം കഴിച്ചേക്കാം. ഹല്ലേലൂയ. എന്നാൽ നിന്റെ ആലോചനകളെ മറിച്ച് കളയും ഒരു ദൈവം. നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ സ്വോത്ര കർത്താവിന്റെ വഴികൾ ഉയർന്നിരിക്കുകയാണ്. ഇന്ന് മകന ഉയർന്ന വഴി നിനക്ക് വേണ്ടി വരുന്നു. ചാടി പിടിച്ചോ, ആ വഴി ചാടി പിടിച്ചോ, അതിലേക്ക് കിടക്ക. എന്റെ ഉപ്പാപ്പനാണ് കല്യാണം ആലോചിച്ചോണ്ട് വന്നത്. ഞങ്ങളെ രക്ഷയിലേക്ക് നടത്തിയ ദൈവദാസനും ഉപ്പാപ്പനും കൂടെ കല്യാണം ആലോചിച്ചോണ്ട് വന്നു. അതും ചെറിയ ഫാമിലി ഒന്നുമല്ല,
നമ്പർ 1 നോട്ടബിൾ ഫാമിലി എന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. അത്രയും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിഗ്രി ഇംഗ്ലീഷ് എഴുതി പഠിച്ച വ്യക്തി. ഹല്ലേലൂയ. എറണാകുളത്ത് തന്നെ പുള്ളിക്കാരിക്ക് ഹല്ലേലൂയ ട്രാവൽ ആൻഡ് ടൂറിസം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ബൈബിൾ കോളേജിൽ അവള് ഹല്ലേലൂയ BTH പഠിച്ച വ്യക്തിയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവമക്കളെ ഹല്ലേലൂയ എന്തെല്ലാം പറയാനുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ കേവലം ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഇന്ന് മുതൽ നിന്റെ എല്ലാ അറിവുകളും നിന്നെ തകർത്തുകളെ. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തുവിന്റെ മുന്നിൽ നീ ഒന്ന് മുട്ടുമടക്ക്. ഹല്ലേലൂയ. അവന്റെ മുന്നിൽ ഒന്ന് വീഴുക. യേശുവേ ഇതാ ഞാൻ. ഒന്ന് പറ, ദൈവത്തിന്റെ സ്ഥലത്ത് വീട് പറ. അപ്പ ഇതാ ഞാൻ, ഒരു കൂട്ടം തെറ്റുകളുടെ മനുഷ്യ രൂപമാണ് ഞാൻ. ഇതാ ഞാൻ എന്നെ തരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ബൈക്ക് ഓടിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് ഒന്നാം തരം ഹോണ്ട സിറ്റി കാർ ഉണ്ടായിരുന്നു. ഞാനും ഈ ദൈവദാസനും കൂടെ ഹല്ലേലൂയ ഒരു പ്രാവശ്യം ശുശ്രൂഷ കഴിഞ്ഞ് അതിൽ വരുമ്പോൾ ഹല്ലേലൂയ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഒരു ബൈക്കിലായി. ആ ബൈക്കിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ വിചാരം ഞാൻ വളരെ കറക്റ്റ് ആണെന്നും ഹല്ലേലൂയ ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുമെന്ന് ചിന്തിച്ചു വരുമ്പോ ഹല്ലേലൂയ ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് പറയാണ്, യു ആർ മിസ്റ്റേക്കൻ. എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നീ പോകുന്ന പാത നാശത്തിലേക്കുള്ള പാതയാണ്. പരിപൂർണമായി ഏൽപ്പിക്കുക, ഏൽപ്പിക്കുക, ഏൽപ്പിക്കുക. ദൈവത്തിന്റെ ശബ്ദം നിന്നെ തേടി വരുന്നുണ്ടെന്ന് മകൾ. നീ പോകുന്ന വഴി ശരിയല്ല. നിന്റെ ആലോചനകൾ ശരിയല്ല. നിന്റെ കൂട്ടുകെട്ടുകൾ ശരിയല്ല. നിന്റെ വിചാരങ്ങൾ ശരിയല്ല. അല്ലെ, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതാണെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല. ബൈക്ക് റൈഡ് ചെയ്തോണ്ടിരുന്ന ഞാൻ 2 കൈയും വിട്ടു. 2 കൈയും വിട്ടിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കും. ഞാൻ പറഞ്ഞു, ഇതാ കർത്താവേ ഞാൻ എന്നെ, ഇതാ ഞാൻ. ഇതുപോലെ എത്ര പേര് പറയുന്നുണ്ട്, ഇതാ കർത്താവേ ഞാൻ. നടക്കാത്ത കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോവുകയാ. ലീഗലി നിങ്ങൾക്ക് വിരോധമായി നടന്നിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോവുക. ദൈവം ചില പണി ചെയ്യാൻ പോവുക. എത്ര പേര് ചോദിക്കുന്നുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് അന്ന് മുതൽ അടി തുടങ്ങി, അടി കിട്ടാൻ തുടങ്ങി. സമർപ്പിച്ച അന്ന് മുതൽ അടി കിട്ടാൻ തുടങ്ങി. എനിക്ക് കേസുകളും വഴക്കുകളും പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷനും പ്രശ്നങ്ങളും വരാൻ തുടങ്ങി. ദൈവമക്കളെ ഹല്ലേലൂയ, ജീവിക്കാൻ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള വിഷയങ്ങളുണ്ടായി. എന്നാൽ അതിന്റെ നടുവിൽ ഹല്ലേലൂയ ദൈവന്റെ ജീവിതത്തെ തൊടുകയായി. ഇന്ന് പകൽ ദൈവവേദനയെ ഹല്ലേലൂയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നിന്നെ തകർക്കുവാനുള്ളതല്ല, ഉടയ്ക്കുവാനുള്ളതല്ല. ഹല്ലേലൂയ നിന്നെ നശിപ്പിക്കാനുള്ളതല്ല. ഹല്ലേലൂയ നിന്നെ പണിയുവാനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഹല്ലേലൂയ ഇനി പഴയ കാര്യം ഞാൻ പറയുന്നത്, അതിലിരിക്കുന്ന സമയത്ത് ഞാൻ ടിവിയിൽ ഇങ്ങനെ മാറി ചാനലുകൾ ഇങ്ങനെ മാറി നോക്കുക. കാരണം എനിക്കൊരു സമാധാനവും ഇല്ല, കേസും വഴക്കും പ്രശ്നവുമാണ്. ഞാനിങ്ങനെ മാറി ഇങ്ങനെ നോക്കുമ്പോ ഹല്ലേലൂയ എന്റെ ഉപ്പാപ്പന്റെ മകനെ പോലെ ഒരു പയ്യൻ നിന്നുകൊണ്ട് വചനം പറയും. എനിക്ക് നോക്കിയിട്ട് കാണുന്ന ഉപ്പാപ്പന്റെ മകനാണെന്ന്. സ്വതന്ത്രം. ഞാൻ അയ്യോ ഇത് അവരാണോ സംസാരിക്കുന്നത് എന്നാ കേൾക്കാം. ഞാൻ അതങ്ങോട്ട് വെച്ച് കേട്ടോണ്ടിരുന്നു. തീരുന്നത് വരെ എനിക്ക് മനസ്സിലായി ഇവൻ അല്ലെന്ന് തോന്നിയില്ല. അങ്ങനെ ലാസ്റ്റ് അവൻ ആ ഫോൺ നമ്പരും ഇതുമെല്ലാം എഴുതി. അവന് ബാംഗ്ലൂർ അഡ്വക്കേറ്റ് ആണ് ഉപ്പാപ്പന്റെ മകൻ ഇപ്പോഴും. ഇങ്ങനെ കണ്ടേ പറഞ്ഞത് ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയത്തെ കുറിച്ചുള്ള ദൈവിക ദൂതുകളാണ്. വിഷമിക്കരുത്. നിന്റെ ജീവിതത്തെ അവൻ നീ ആത്മഹത്യ ചെയ്യരുതോ. ഞാൻ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചോണ്ടിരിക്കുക. ആ സമയത്താണ് എന്നോട് പറയുന്നത് നീ ആത്മഹത്യ ചെയ്യരുത്. ഹല്ലേലൂയ, നീ ആത്മഹത്യ ചെയ്യരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ
അങ്ങനെ സ്വതന്ത്രം പിന്നെ ഒന്നും ചെയ്യണമെന്നൊന്നും അറിയില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ആ സമയത്ത് എന്റെ ഇതെല്ലാം ഒരു കോയിൻസിഡൻസ്. എന്റെ ഉപ്പാപ്പന്റെ മകൻ ഉടനെ ഒരു ഫോൺ വിളി. ഇവിടെ അതുവരെ വിളിക്കാത്ത എന്റെ ഉപ്പാപ്പന്റെ മകൻ ഈ പറഞ്ഞവൻ ഒരു ഫോൺ വിളി. അങ്ങനെയൊന്നും അവൻ വിളിക്കാറില്ല. അവൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ബിയോ ചാച്ച, ഞങ്ങളുടെ ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ബിയോ ചാച്ചൻ ഇങ്ങോട്ടൊന്ന് വരുന്നോ? ഞാൻ പറഞ്ഞ ഇപ്പൊ എനിക്ക് വരാൻ പറ്റത്തില്ല. അതൊന്നും പറയണ്ട, നാളെ രാവിലെ ഞാൻ ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഞാൻ എത്ര ദിവസം ഉപവാസം ഇരുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഉപവാസം തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായിരുന്നു. അവിടെ 40 ദിവസം ഉപവാസം. ഞാൻ അവിടെ ചെന്ന് ആ ഉപവാസം ഫുള്ളായിട്ട് അവിടെ ഇരുന്ന് അല്ലെങ്കിൽ അവരുടെ ചർച്ചിനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനിടയാണ്. ദൈവമക്കളെ, ഒരു വിടുതലും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹല്ലേലൂയ അവിടെ വിടുതൽ ആരംഭിച്ചിരുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് ചിലത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും, നമ്മുടെ ചെവി കൊണ്ട് ചിലത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വിടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് കർത്താവ് എന്താ പറഞ്ഞത്? നീ യാഗം അർപ്പിക്കാൻ ചെല്ലാൻ പറഞ്ഞല്ലേ? ഇവൻ മകന് വേണ്ടി ചെന്നു. മകനെ അവിടെ ബാല്യക്കാരെയും അല്ലലിയെല്ലാം അവിടെ നിർത്തിയിട്ട് അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? അല്ലലിയെ കുഞ്ഞിനെ കൊണ്ട് കയറി ചെല്ലുമ്പോ മോൻ ചോദിക്കുകയാണ്, അപ്പാ ഹല്ലേലൂയ സ്വതന്ത്രം. യാഗത്തിന്റെ കാര്യങ്ങളെല്ലാം നീ ശരിയായിട്ട് പറയുന്നുണ്ട്, പക്ഷെ യാഗം എവിടെ? അപ്പോൾ എന്താ പറഞ്ഞത്? യഹോവ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, യഹോവ കരുതിക്കൊള്ളും. ദൈവം നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. The Lord is your provider. യഹോവ ജൈറേ. ജീസസ് ജീസസ്. റക്കിന ഹൽക്കാന യാംബാല യാതാര അന്തര ജാരയോ റബിന ലഗേ. ഹല്ലേലൂയ. അവനെ മകനെ കൊണ്ട് ഇങ്ങനെ കയറി മല കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അപ്പുറത്തൂടെ അല്ലെങ്കിൽ വിടുതലിന് ഇവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗമൃഗം കയറി വരികയാ. ഇതില് നീ കയറുമ്പോൾ അല്ലെങ്കിൽ അപ്പുറത്തെ വശത്തൂടെ നിനക്ക് വേണ്ടിയുള്ള വിടുതൽ കയറി വരികയാ. ഇന്ന് പകരം എത്ര പേർ ആത്മാവിൽ അല്ലെങ്കിൽ നിനക്കുള്ള വിടുതലും നിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. യാഗം അർപ്പിക്കുവാനുള്ള മൃഗമേ തോന്നിയ മൃഗമൊന്നുമല്ല, ഊനമില്ലാത്ത മൃഗം. നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി അർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ നീ അർപ്പിക്കുവാനായി ദൈവം കണ്ടിരിക്കുന്നത് തന്നെ. അതിന്റെ കൊമ്പൊന്നും ഉരുക്കിയിട്ടിരിക്കുക കേട്ടോ. ഇന്ന് പകൽ നിന്നെ കൂടാതെ പലതും ചെയ്ത് പലതും കാണിച്ച് പലതും ഓടി ഒക്കെ ചെയ്തിട്ടുള്ളതാ. പക്ഷേ യാഗത്തിന് നീ കൃത്യമായി വന്നത് കൊണ്ട് ഹല്ലേലൂയ പിടിതരാതെ ഓടിയതിന്റെ കൊമ്പുണ്ടല്ലോ, ഹല്ലേലൂയ അവിടെ കാട്ടില് ഹല്ലേലൂയ ചുറ്റിയിട്ടിരിക്കുകയാണ്. അതിന് ഓടാൻ കഴിയുകയില്ല. അതിന്റെ കൊമ്പ് അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനെ അഴിക്കുവാൻ നീ തന്നെ പോകേണ്ടി വരും. ഇന്ന് പകൽ അതിനെ അഴിക്കുവാൻ നീ തന്നെ പോകേണ്ടി വരും. ആസാദി ടി വി നിങ്ങൾ കാണാറുണ്ടോ? ആസാദി ടി വി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാം ഉണ്ട്, ബോംബെയിൽ നിന്നുള്ളതാണ്. അതില് എന്റെ ഭാര്യയുടെ സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബം തകർന്നു പോയത് കൊണ്ട് അതിനെ രണ്ടാമത് കർത്താവ് യോജിപ്പിച്ചപ്പോൾ അനേക തകർന്ന കുടുംബങ്ങളെ യോജിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അയക്കുകയാണ്.
തകർന്നു പോയിട്ടുണ്ടോ? ഇന്ന് പകൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കേ. കരങ്ങൾ ഉയർത്ത്. ഹല്ലേലൂയ. കർത്താവിനെ അറിയിക്കാൻ പോവുകയാണ്. നിന്റെ ആണിപ്പഴുത്തുള്ള കരം ജനത്തിന്റെ മേൽ വെക്കണം. കർത്താവിന്റെ പുണ്യനാമത്തിന് നന്ദിയോടെ ദൈവമക്കളെ, നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ രട്ടഴിക്കുന്ന ദിവസമാണ് ഇന്ന് പോലെ. എത്ര പേര് പറയുന്നത് എന്റെ രട്ടഴിക്കണം? രട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ചാക്ക്, ദുഃഖം, വിലാപം, നിരാശ അതെല്ലാം മാറുകയാണ്. നിന്റെ രട്ടഴിക്കുന്ന ദിവസം ഇന്ന് പകൽ കർത്താവ് നിന്നെ രട്ടഴിക്കുക. കരക്കുളിയോതി പറഞ്ഞ അവൻ എന്റെ രട്ടഴിച്ച് പറഞ്ഞോട്ടെ, അവൻ എന്റെ രട്ടഴിച്ച് ഉല്ലാസവസ്ത്രം ധരിപ്പിക്കുന്നു. അവൻ എന്റെ കാല് പാറമേൽ നിർത്തി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന്റെ സ്തുതി തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാറയിൽ അവൻ നിന്നെ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ നിന്നെ പാറയിൽ ഉറപ്പിക്കുകയാണ്. അവരെ അനുഗ്രഹിച്ച പാറയിരുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ പാറയാരാ? ആ പാറയാരാ? പറ. ക്രിസ്തു. ആ പാറയാരാ? ഹല്ലേലൂയ. നിന്റെ കാൽ അവൻ എവിടെ ഉറപ്പിക്കുകയാണ്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഉറപ്പിക്കുക. ക്രിസ്തുവിൽ പാറയിൽ, ക്രിസ്തുവിന്റെ പാറയിൽ നിന്റെ കാൽ ഉറപ്പിച്ചു. നിന്റെ വായിൽ പുതിയ പാട്ടുകൾ തരികയാണ്. പുതിയ പാട്ടുകൾ തരാൻ പോവുകയാ. പുതിയ പാട്ട് തരികയാ. പുതിയ പാട്ട് തരികയാ. പുതിയ പാട്ട് തരികയാ. നീ പുതിയ പാട്ട് പാടാൻ പോവുകയാ. ഇവിടെ വന്നപ്പോ പാട്ട് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒറ്റ പഴയ പാട്ടില്ല, എല്ലാം പുതിയ പാട്ട്. ബാക്കി സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ 1921 പാട്ട്, 1888 പാട്ട്, 201 പാട്ട്, പുതിയ പാട്ട് ഒരെണ്ണം ഉണ്ടോ? എന്നിട്ട് എല്ലാരും പാടും പുതിയൊരു പാട്ട് എനിക്ക് തന്നു. ഏത് പാട്ടാ? പഴയ പാട്ട് പാടിക്കേണ്ട പാട്ട്. വ്യക്തിപരമായ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടാകും. ഇന്ന് പകൽ ദൈവവുമായിട്ടൊരു വ്യക്തി ബന്ധം ഉണ്ടാകണം. You need a personal relationship with God. ആരെയെല്ലാം ദൈവം ഉപയോഗിച്ചിട്ടുണ്ടോ? ഡയറക്റ്റ് എൻകൗണ്ടർ, ഒരുമിച്ച് ഒന്ന് കൂട്ടിമുട്ടിയിട്ടുണ്ടോ? ദൈവവുമായിട്ടൊന്ന് കൂട്ടിമുട്ടിയിട്ടുണ്ടോ? അവരെ മാത്രമേ ദൈവം ഉപയോഗിക്കുകയുള്ളൂ. പൗലോസിനെ ദൈവം ഉപയോഗിച്ചത് എന്തുകൊണ്ടാ? ദൈവവുമായിട്ട് കൂട്ടിമുട്ടി. ഹല്ലേലൂയ. ദൈവത്തിന് നിരക്കാത്ത വഴിയിലാണ് നടന്നത്. എങ്കിലും ദമാസ്കസിൽ വെച്ച് ഹല്ലേലൂയ അവനെ കൂട്ടിമുട്ടി. ദൈവവുമായിട്ട് ഒരു ഡയറക്റ്റ് എൻകൗണ്ടർ ഉണ്ടായി. ഹല്ലേലൂയ. യാക്കോബേ, ഹല്ലേലൂയ, നിന്നെ ദൈവം ഉപയോഗിച്ചതിന്റെ കാര്യം എന്താണ്? യാബോക്ക് കടവിൽ വെച്ച് ഹല്ലേലൂയ നീ അവനുമായി ഒന്ന് മല്ല് പിടിച്ചില്ലേ? ആ മൽപിടുത്തമാണ് നിന്റെ പേര് വെച്ചത്. നിന്റെ പേര് മാറ്റുമ്പോൾ ഒരു രാഷ്ട്രം ഉയർന്നു വരികയാ. നിന്റെ പേരിലൂടെ ഒരു രാഷ്ട്രം വരികയാ. ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ, ഒരു വ്യക്തി ദൈവവുമായിട്ട് വ്യക്തി ബന്ധത്തിൽ വരുമ്പോൾ, ഒരു തലമുറ, ഒരു രാജ്യം നീണ്ടു നിൽക്കുന്ന ഒരു ദൈവ ബന്ധത്തിന് ഉടമസ്ഥതയുണ്ടാവുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നീ യഥാർത്ഥമായി ഏൽപ്പിക്കപ്പെടുമ്പോ നിനക്ക് മാത്രമല്ല വിടുതലുണ്ടാകുന്നത്. നിന്റെ പേരൊന്ന് മാറി. എന്താ നിന്റെ പേര്? യാക്കോബ് എന്നാണ്. പക്ഷേ ഹിയർ ആഫ്റ്റർ
ഈ സമയം മുതൽ നിന്നെ ഞാൻ വിളിക്കാൻ പോകുന്ന എന്ത് പേരാണ്? ഇസ്രായേൽ എന്നാണ്. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ പ്രഭു. ചതിയനെ പിടിച്ച് ദൈവത്തിന്റെ പ്രഭുവാക്കി മാറ്റിയ ഒരു ദൈവം. ഹല്ലേലൂയ. ഇത് ആര് ചെയ്യും? സഭയെ മുടിച്ചവനെ പിടിച്ച് അപ്പോസ്തല ശ്രേഷ്ഠനാക്കി മാറ്റിയ ദൈവമാണ് നമ്മുടെ കർത്താവ്. ചതിയനെ പിടിച്ച് ചതിയനാരായിരുന്നു? ഹല്ലേലൂയ. സഭയെ മുടിച്ചവൻ ശൗൽ. അവനിപ്പോ ആരായി മാറി? പൗലോസ് എന്ന് പറയുന്ന അത് പറയാണ്, അപ്പോസ്തലൻ എന്ന പേര് പോലും എന്നെ വിളിക്കാൻ യോഗ്യതയില്ല. എല്ലാവരെക്കാളും ഞാൻ ചെറിയവനാ. എന്നാൽ എനിക്ക് ദൈവത്തെ കണ്ടിട്ടില്ല, ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ലയോ? അവന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് അനേകർ ചോദ്യം ചെയ്യുമ്പോൾ he wrote 2 Corinthians. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അദ്ദേഹം എഴുതിയത് തന്റെ അപ്പോസ്തലത്വത്തിന് ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ്. ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്നെ ചോദ്യം ചെയ്യുന്നവരുടെ മുന്നിൽ അവൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ അവൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിൽ നിന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന ഇടം നിന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ നീ ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഒറ്റ പ്രാർത്ഥനയ്ക്ക് 3-6 മാസമൊന്നും ആകാശം അടഞ്ഞിട്ടില്ല. വീണ്ടും പ്രാർത്ഥന ആകാശം തുറന്നിട്ടില്ല. പിന്നെ എന്താ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയാൻ കാരണം? നിങ്ങള് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഹല്ലേലൂയ. രാജാവിന്റെ മുന്നിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവത്താണ് എന്നവൻ പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ ഇപ്പോൾ ഇവന്റെ ഏർപ്പാടുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു സ്ത്രീയുടെ മുന്നിൽ, ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ മുന്നിൽ അവന്റെ ഏർപ്പാടുകയാണ്. അവന്റെ ധൈര്യം പോവുകയാണ്. ഇതാണ് പറഞ്ഞത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവ് നമുക്ക് സമസ്വഭാവം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ വാക്കിൽ, ഇസബേലിന്റെ വാക്കിൽ തകർന്നു പോയത്. ചിലരുടെ വാക്കിൽ തളർന്ന് നമ്മൾ ഇരിപ്പുണ്ടോ? നീ ചില സ്ത്രീകളുടെ വാക്കിനാൽ തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? ധൈര്യത്തോടെ പലയിടത്തും നിനക്ക് നിൽക്കുവാൻ കഴിയുന്ന വ്യക്തിയാ. പക്ഷേ അല്ലേ ഈ ഒരു സ്ത്രീയുടെ വാക്ക് നിന്നെ തളർത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ദൂത് നിന്നോടുള്ളതാണ്. എഴുന്നേൽക്ക്, മുന്നോട്ട് പോവുക. ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടോ, അവൻ ഈ സട്ട് പോലെയായി. ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ തണലിൽ വന്ന് കിടന്നിട്ട് പറയാ, ഇപ്പോൾ യഹോവേ മതി, യഹോവേ മതി. 1 രാജാ 18-2-3 വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. അത് പറയാ, ഇപ്പോൾ മതി യഹോവേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാളും ഒട്ടും കൊള്ളാവുന്നവനല്ല, നല്ലവനല്ല. എന്റെ പിതാക്കന്മാരെക്കാളും ഞാൻ ഒട്ടും നല്ലവനല്ല. എനിക്ക് മതി. അയ്യോ, എനിക്ക് മരിച്ചാ മതി. മരണത്തെ നീ പുൽകുവാൻ ആഗ്രഹിച്ചോ? ഒരു സ്ത്രീയുടെ വാക്ക് നിന്നെ തളർത്തി. മരണത്തെ പുൽകുവാൻ നീ ആഗ്രഹിച്ചോ? ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് നിന്നോട് ചോദിക്കുകയാണ്, ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? നിനക്കിവിടെ എന്താ കാര്യം? ഹല്ലേലൂയ. നീ മുന്നോട്ട് പോ, എഴുന്നേൽക്ക്. ഇന്ന് പകൽ ദൈവാത്മാവ് സ്പെസിഫിക് ആയിട്ട് ചില വ്യക്തികളോട് പറയുന്നു, you arise and move forward. നീ എഴുന്നേറ്റ് മുന്നോട്ട് പോവുക. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഇന്ന് പകൽ നിന്റെ മടിയിൽ വരാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിന്റെ കരം തൊടാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിന്റെ വീട്ടിൽ വരാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിന്റെ സ്വന്തമാകാൻ പോവുകയാണ്. ഉടല ബാലകന ഗജാന ഘടക ഗന്ധര അർണ ക്ഷമനകര ഗജന നീക സൗടന നീക സ്വന്തര അർണ നഗര ജഗദാ നഗര നഗര. സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ദൈവം നിന്റെ ജീവിതത്തെ ബ്ലസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. നിങ്ങളുടെ വലത്തുകരം നിങ്ങളുടെ ശിരസിന് മുകളിൽ വെച്ചാണ്. പിതാവേ, അവിടുത്തെ പരിശുദ്ധ കരം നിന്റെ ജനമായ അടിയങ്ങളുടെ ശിരസിൽ വെക്കണമേ. ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും
ചുമ്മാതെ പോകാൻ ഇടവരുത്തരുതപ്പാ. ഏലിയാവിന്റെ ചരിത്രം കേട്ട് പോയിട്ട് ഞങ്ങൾക്ക് കാര്യമില്ലല്ലോ. എന്നാൽ ഏലിയാവിന്റെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ഏലിയാവെ ഉപയോഗിച്ച ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത ദൈവം ജീവിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തരണമേ. ഏലിയാവ് മരണം ആഗ്രഹിച്ചു. അവൻ തളർന്ന് ആത്മഹത്യ ചെയ്യുവാൻ, മരിക്കുവാൻ, ഹല്ലേലൂയ, അവൻ ഈ ലോകത്തിൽ നിന്ന് ദൈവം അങ്ങ് എടുത്തുകൊണ്ടാ മതി എന്നവൻ പ്രാർത്ഥിച്ചു. അവന്റെ ജീവിതത്തെ അവൻ മടുത്തതാ. എന്താ കർത്താവേ, ഏലിയാവിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന കർത്താവ് അവന്റെ തളർച്ചകളെ, ഉടൽച്ചകളെ, അവന്റേതായ ഹല്ലേലൂയ നിരാശകളെ മാറ്റിയ കർത്താവേ, ഇന്നിവിടെ ഇരിക്കുന്ന ഈ ഓരോ വ്യക്തിയിൽ നിന്ന് നിരാശ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു വ്യക്തിയിലും ഇനി നിരാശ വരാതെ വണ്ണം വലിയ ദൈവശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. മരണം എന്ന് പറഞ്ഞവരിൽ നിന്നും മരണം നീങ്ങട്ടെ. ഹല്ലേലൂയ. മരണം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയി ചില വലിയ ശുശ്രൂഷകൾ ചെയ്യട്ടെ, ചില വലിയ ശുശ്രൂഷകൾ ചെയ്യട്ടെ, വലിയ ശുശ്രൂഷകൾ ചെയ്യട്ടെ. കണ്ടിട്ടില്ലാത്തത്, ചിന്തിച്ചിട്ടില്ലാത്തത് ഈ വ്യക്തികളിലൂടെ വെളിപ്പെടുവാനിടവരുന്നത്. ഇന്നുവരെ ആരിലൂടെയും വെളിപ്പെട്ട് വന്നിട്ടില്ലാത്ത ശുശ്രൂഷകൾ ഈ ജനങ്ങളിലൂടെ വെളിപ്പെടട്ടെ, ഈ ദൈവദാസന്മാരിലൂടെ വെളിപ്പെടട്ടെ, ഈ സഭ മുഖാന്തരം വെളിപ്പെടട്ടെ, ഈ സഭയിലെ നടത്തിപ്പുകാരിലൂടെ വെളിപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവിനാൽ സംഭവിക്കട്ടെ. ഈ സഭയുടെ മട്ടിന് മാറ്റം വരട്ടെ. കർത്താവെ, ഡെക്കോറത്തിന് മാറ്റം വരട്ടെ. ഈ സഭയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. Hallelujah. I bless this congregation in the name of the Father, Son and the Holy Ghost. Let this congregation be blessed in the name of Jesus. കർത്താവേ, അവിടുത്തെ നാമത്താൽ ഈ കോൺഗ്രിഗേഷൻ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, നിന്റെ ജനം ഐക്യബന്ധപ്പെടുവാൻ ഇടവരുത്തണമേ. കർത്താവേ, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നായി തീരേണ്ടതിന് ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു എന്നുള്ള അങ്ങയുടെ ആ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ കർത്താവേ, യുണൈറ്റ് ദം ഫാദർ. ഹല്ലേലൂയ. ഈ സഭയെ ഐക്യബന്ധപ്പെടുത്തണമേ. ഈ സഭയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ മാനുഷിക പൈശാചിക ശക്തികളും ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. നിന്റെ ജനം വന്നതുപോലല്ല, ഏറെ ബ്ലെസ്ഡ് ആയി തീരട്ടെ. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കരത്തിലൂടെ അവിടുത്തെ ശക്തി നിന്റെ മക്കളുടെ മേൽ ഇറങ്ങട്ടെ. നിന്റെ മക്കൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന വിഷയം കർത്താവേ, അത് സോൾവ് ചെയ്യപ്പെട്ടതായി തീരട്ടെ. കൊണ്ടുവന്ന വിഷയത്തിന് ഉത്തരവുമായി മടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. You are the Lord of answers. You are the answering one. കർത്താവേ, ഉത്തരം നൽകുന്ന ദൈവമാണ്. നീ ഉത്തരം നൽകുന്ന ദൈവമാണ്. മക്കൾ അപ്പം ചോദിച്ചാൽ നീ കല്ല് കൊടുക്കുന്ന ദൈവമല്ല. കർത്താവേ, കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിന്റെ ഭക്ഷണം നൽകുന്ന കർത്താവ് നിന്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ച കർത്താവേ, നിന്റെ ജനമായ ഹല്ലേലൂയ, ഈ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരട്ടെ, ഉത്തരം ഉണ്ടാകട്ടെ. അത് കേൾക്കുവാൻ ഇടവരുത്തണമേ. ഇന്നത് സംഭവിച്ചത് കേൾക്കുവാൻ ഇടവരുത്തണമേ. അവരുടെ ജീവിതത്തിൽ നിറവേറിയത് കേൾക്കുവാൻ ഇടവരുത്തണമേ. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞത് പോസിബിൾ ആയെന്ന് കേൾക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. Come on, clap your hands. Hallelujah. Hallelujah. കർത്താവേ, മഹത്വം അങ്ങേക്ക് തരുന്നു. ഇങ്ങോട്ടേക്ക് വിളിച്ച കർത്തദാസൻ മുഖാന്തരമായി കർത്തദാസൻ ഇവിടെ നടത്തിപ്പുകാര് പ്രിയപ്പെട്ടവരോട് ദൈവദാസനോട് ഒക്കെയുള്ള നന്ദി കർത്തനാമത്തിൽ അറിയിച്ച് ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.